നമസ്കാരം KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭരണപരാജയം മറച്ചുവെക്കാൻ കേന്ദ്ര സർക്കാരിനെതിരെ LDF സർക്കാർ കള്ളപ്രചരണം നടത്തുകയാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ശ്രീകാന്ത്. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഭിക്ഷസുരക്ഷയാണെന്നും ശ്രീകാന്ത്. ബീവറേജ് ഔട്ട്ലെറ്റിനെതിരെ അണങ്കൂരിൽ പ്രതിഷേധം ശക്തം. അനിശ്ചിതകാല സമരവുമായി മദ്യവിരുദ്ധ സമിതി. ധന്വന്തരി ജയന്തി ദിനത്തോടനുബന്ധിച്ച് വൈവിധ്യ പരിപാടികളുമായി ആയുഷ് മിഷൻ. വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ. KSTP റോഡ് പണി ഇഴഞ്ഞു നീങ്ങുന്നതായി ആക്ഷേപം. റോഡ് ഉപരോധ സമരവുമായി നാട്ടുകാർ. നീലേശ്വരം തളിയിൽ ക്ഷേത്രത്തിന് കമാനമുയരുന്നു. പിരിച്ചെടുക്കുന്ന തുകയുടെ ഒരു വിഹിതം കാരുണ്യ പ്രവർത്തനങ്ങൾക്ക്. കേരള കർഷക സംഘം ജില്ലാ സമ്മേളനത്തിന് ആവശ്യമുള്ള നെല്ല് വിളവെടുത്തു. സമ്മേളനം നടക്കുന്നത് ഒക്ടോബർ 29-30 തീയതികളിൽ ബംഗളത്ത്. വിശദമായ വാർത്തകളിലേക്ക്. ഭാരതീയ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. റേഷനരി മുട്ടിക്കുന്ന സംസ്ഥാന സർക്കാർ നയത്തിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത്. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പിലാക്കി ഭക്ഷ്യവസ്തുക്കൾ ന്യായവിലക്ക് ലഭ്യമാക്കുമ്പോൾ കേരളത്തിൽ മാത്രം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ശ്രീകാന്ത് പറഞ്ഞു. ഒരു സർക്കാർ അധികാരത്തിൽ വന്ന് മാസങ്ങൾക്ക് അകം തന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കയറുന്നത് കാഴ്ചയാണ് നാം സംസ്ഥാനത്ത് കാണുന്നത്. നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ട് ഇപ്പോൾ പ്രക്ഷോഭം നടത്തുന്ന ഒരു ഇരട്ടത്താപ്പം ആണ് ഇവിടെ സംസ്ഥാന സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇടതുപക്ഷം നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം എന്ന് പറഞ്ഞ് ഇപ്പോൾ സമരം നടത്തുന്നത് അവരുടെ ഭരണപരാജയത്തെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം 5 വർഷം വില കയറില്ല എന്ന് പറഞ്ഞിട്ടാണ് അധികാരത്തിൽ വരുന്നത്. 6 മാസത്തിനകം തന്നെ വിലക്കയറ്റം നിയന്ത്രിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രക്ഷോഭം നടത്തുകയാണ് അവരുടെ യുവജന സംഘടനയുൾപ്പെടെ ഇടതുപക്ഷ സംഘടനകൾ. ആരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമരം? കേരളത്തിൽ LDFും UDFും നടപ്പാക്കുന്നത് ഭക്ഷ്യസുരക്ഷയല്ല, പകരം ഭിക്ഷസുരക്ഷയാണെന്നും ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കുന്നത് മനഃപൂർവ്വം വൈകിപ്പിച്ച് കരിഞ്ചന്തക്കാർക്കും പൂഴ്ത്തിവെപ്പുകാർക്കും കൊള്ളയടിക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുകയാണ് പിണറായി സർക്കാർ ചെയ്യുന്നതെന്നും ശ്രീകാന്ത് കുറ്റപ്പെടുത്തി. ജില്ലാ പ്രസിഡന്റ് PR സുനിൽ, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമീള C നായിക്, സംസ്ഥാന സമിതി അംഗം രവീശ തന്ത്രി കുണ്ടാർ, ഹരീഷ് നാരമ്പാടി, Y കൃഷ്ണദാസ്, രാജേഷ് കൈന്താർ, ധനഞ്ജയൻ മധൂർ, ധനരാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കടന്തക്കാട് നിന്നും കാലിച്ചാക്കുമായാണ് സപ്ലൈ ഓഫീസിലേക്ക് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. അണങ്കൂരിൽ ബീവറേജിന്റെ ഔട്ട്ലെറ്റ് ആരംഭിക്കാനുള്ള നടപടിക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാകുന്നു. മദ്യവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. ബുധനാഴ്ച രാവിലെയാണ് അണങ്കൂരിൽ ബീവറേജിന്റെ ഔട്ട്ലെറ്റ് തുടങ്ങാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി മദ്യമിറക്കാൻ ലോറി എത്തിയത്. വിവരമറിഞ്ഞെത്തിയ നാട്ടുകാർ മദ്യമിറക്കാൻ അനുവദിച്ചില്ല. അണങ്കൂരിൽ ഔട്ട്ലെറ്റ് തുടങ്ങുന്നതിനെതിരെ വീട്ടമ്മമാരുൾപ്പെടെ നിരവധി പേരാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. നഗരത്തിൽ IC ഭണ്ഡാരി റോഡിലുള്ള മദ്യവിൽപ്പനശാലയാണ് അണങ്കൂരിലേക്ക് മാറ്റുന്നത്. ആശുപത്രി അധികൃതരുടെയും നാട്ടുകാരുടെയും എതിർപ്പിനെ മറികടന്നാണ് ഇവിടെ ഔട്ട്ലെറ്റ് തുടങ്ങാനിരുന്നത്. ഔട്ട്ലെറ്റ് തുടങ്ങുന്നതിനെതിരെ മദ്യവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുന്നത്. വിവിധ സാമൂഹ്യ രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണ സമരത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ധന്വന്തരി ജയന്തി ദിനത്തിന്റെ ഭാഗമായി ദേശീയ ആയുർവേദ ദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. ദേശീയ ആയുഷ് മിഷനും കേരള സർക്കാർ ആയുഷ് വകുപ്പും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ ജില്ലാ ഘടകത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ നമ്മുടെ
നീക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗം എന്തെന്ന് ജനങ്ങൾക്ക് എത്ര ബോധവാന്മാരായാലും ബോധവൽക്കപ്പെടുന്നില്ല എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് വീണ്ടും വീണ്ടും നമുക്കിതുപോലുള്ള സെമിനാറുകൾ വിളിച്ചു ചേർക്കേണ്ടി വരുന്നത്. ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ AV സുരേഷ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ SR നരഹരി മുഖ്യാതിഥിയായി പങ്കെടുത്തു. പരിപാടിയുടെ ഭാഗമായി ജില്ലയിലെ മുതിർന്ന ബിഷുങ്കരന്മാരായ കങ്കില കൃഷ്ണഭട്ടിനെയും മുൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ UP ബാലകൃഷ്ണൻ നായരെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സമീന മുജീബ്, ഡോക്ടർ VC സുഷമ, ഡോക്ടർ TK വിജയകുമാർ, ഡോക്ടർ MP പൂർണിമ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി പ്രമേഹ രോഗ നിയന്ത്രണം, ആയുർവേദത്തിലൂടെ ആഹാരം തന്നെ ഔഷധം എന്നീ വിഷയങ്ങളിൽ സെമിനാർ നടന്നു. പരിപാടിക്ക് മുന്നോടിയായി വാദ്യമേളത്തോടെ വിളംബരയാത്ര സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് കോവൽപ്പള്ളിയിൽ നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. KSTP റോഡ് പണി പൂർത്തിയാക്കാൻ വൈകുന്നതിനെതിരെയാണ് ഉപരോധ സമരം സംഘടിപ്പിച്ചത്. പാതി വഴിയിൽ നിർത്തിയ KSTPയുടെ റോഡ് നിർമ്മാണത്തിനെതിരെ കോവൽപ്പള്ളിയിൽ നാട്ടുകാരുടെ പ്രതിഷേധം. പൊടിശല്യം മടുത്ത നാട്ടുകാർ കോവൽപ്പള്ളി ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു ഉപരോധ സമരം ആരംഭിച്ചത്. KSTP റോഡ് പണി ഏറ്റവും ആദ്യം തുടങ്ങിയത് കാഞ്ഞങ്ങാട് സൗത്തിൽ നിന്നാണ്. എന്നാൽ തുടങ്ങിവെച്ച പണി പലയിടത്തും പാതി വഴിയിലാണ്. കോവൽപ്പള്ളിയിൽ പെട്രോൾ പമ്പിനടുത്തും കാഞ്ഞങ്ങാട് സൗത്ത്, അലാംപള്ളി എന്നിവിടങ്ങളിലും 28 വേർഡ് നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും മെറ്റൽ ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഇതോടെ പൊടിശല്യം കൊണ്ട് യാത്രികർക്ക് പൊറുതിമുട്ടിയ സ്ഥിതിയിലാണ്. പല സ്ഥലത്തും റോഡ് പണി പൂർത്തിയാക്കാനും നടപടിയായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് റോഡ് ഉപരോധിക്കാൻ നിർബന്ധിതരായതെന്ന് ജനകീയ സമിതിയുടെ പ്രവർത്തകർ പറഞ്ഞു. അതിനെയാണ് ഇപ്പോൾ വാഗ്ദത്ത ലംഘനമായി ഇവരിപ്പോൾ കൊണ്ടാടുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെ ദ്രോഹിക്കുന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യാവകാശ ലംഘനമാണ് KSTP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ ശക്തിയുക്തം എതിർക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഒരുപാട് ആളുകൾ ഈ പൊടിപാറി രോഗിയായി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതിനെല്ലാം ശക്തമായ താക്കീത് നൽകിക്കൊണ്ടാണ് ഇന്നിവിടെ ഉപരോധം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഉപരോധം മുൻ കൗൺസിലർ M മാധവൻ ഉദ്ഘാടനം ചെയ്തു. ജനകീയ സമിതി ചെയർമാൻ ശശികുമാർ അധ്യക്ഷനായി. കൗൺസിലർ ഉഷ, ലേറ്റസ്റ്റ് പത്രാധിപർ അരവിന്ദൻ മാണിക്കോത്ത്, KP നാരായണൻ, ഷെഫീഖ്, കോവൽപ്പള്ളി ജനകീയ സമിതി കൺവീനർ അംബുജാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. CAയുടെ സാന്നിധ്യത്തിൽ KSTP അധികൃതരും ജനകീയ സമിതിയും നടത്തിയ പ്രശ്നങ്ങൾ പരിഹരിച്ച് തിങ്കളാഴ്ച മുതൽ റോഡ് നിർമ്മാണം ആരംഭിക്കുമെന്നും ഉറപ്പ് നൽകി. CAയുടെ സാന്നിധ്യത്തിൽ ഉണ്ടാക്കിയ ഉറപ്പിനെ തുടർന്ന് റോഡ് ഉപരോധം അവസാനിപ്പിക്കുകയായിരുന്നു. നീലേശ്വരം തളിയിൽ നീലകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ഭണ്ണാരവും കമാനവും നിർമ്മിക്കുന്നു. പിരിച്ചെടുക്കുന്ന തുകയുടെ നിശ്ചിത ശതമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നീക്കിവെക്കും. തളിയിൽ ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിന് ഗോപുരം നിർമ്മിക്കാനാണ് തീരുമാനം. അതോടൊപ്പം രാജാ റോഡിലെ KCK രാജ ജംഗ്ഷനിൽ കമാനം നിർമ്മിക്കുവാനും ക്ഷേത്ര ഗോപുര നിർമ്മാണ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊരു തീരുമാനം സമുദായാംഗങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. ഗോപുര കമാന നിർമ്മാണത്തിന് ഭക്തരിൽ നിന്നും പിരിച്ചെടുക്കുന്ന തുകയുടെ നിശ്ചിത ശതമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കും. ക്ഷേത്രപരിധിയിലായിരിക്കും ഈ ജീവകാരുണ്യ പ്രവർത്തനം. ഗോപുര കമാന നിർമ്മാണത്തിനുള്ള ധനസമാഹരണം 29 ശനിയാഴ്ച വൈകിട്ട് 4 ക്ഷേത്ര പരിസരത്ത് നടത്തും. ക്ഷേത്രം തന്ത്രി തെക്കിനേടത്ത് തരണനല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാട് നിർമ്മാണ കമ്മിറ്റി മുഖ്യ രക്ഷാധികാരി N വെങ്കടേഷ് പ്രഭുവിൽ നിന്നും ആദ്യ സംഭാവന സ്വീകരിക്കും. ക്ഷേത്രം ട്രസ്റ്റി TC ഉദയവർമ്മരാജ തുക ഏറ്റുവാങ്ങും. തുടർന്ന് വിവിധ ദേവസ്ഥാനങ്ങൾ, തറവാട്, അയ്യപ്പഭജന മഠം, മുത്തപ്പൻ മഠപുര എന്നിവയുടെ പ്രതിനിധികളിൽ നിന്നും സംഭാവനകൾ സ്വീകരിക്കും. 1991 മുതൽ തളിയിൽ ക്ഷേത്രം നീലേശ്വരത്ത് വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട്. കർഷക സംഘം ജില്ലാ സമ്മേളനം 29-30 തീയതികളിൽ ബംഗളത്ത് നടക്കും. സമ്മേളനാവശ്യാർത്ഥമുള്ള നെല്ല് ഉൽപ്പാദിപ്പിച്ചത് മടിക്കയിലെ കർഷക കൂട്ടായ്മ. മടിക്കയിലെ കർഷക സംഘം വില്ലേജ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന കൃഷിയുടെ വിളവെടുപ്പ് കൊയ്ത്തുത്സവമാക്കി. 2 ദിവസങ്ങളായി ബംഗളത്ത് നടക്കുന്ന കർഷക സംഘം ജില്ലാ സമ്മേളനത്തിന്റെ ഭക്ഷണാവശ്യങ്ങൾക്കുള്ള നെല്ല്
സമ്മേളനത്തിന് ആതിഥ്യം വഹിക്കുന്ന മടിക്കൈ പഞ്ചായത്തിൽ നിന്നും കണ്ടെത്തണമെന്ന തീരുമാനത്തിന്റെ വെളിച്ചത്തിലാണ് ബംഗളത്ത് നെൽകൃഷിയുമായി കർഷക സംഘം പ്രവർത്തകർ മുന്നോട്ട് വന്നത്. മടിക്കൈ പഞ്ചായത്തിലെ സംഘത്തിന്റെ വില്ലേജ് കമ്മിറ്റി സജീവമായി രംഗത്തിറങ്ങിയതോടെ കൃഷിയിൽ 100 മേനി വിളവ് ലഭിച്ചു. വിളവെടുപ്പ് കൊയ്ത്തുത്സവമായി നടത്തിയപ്പോൾ അത് ജനകീയോത്സവമായി മാറി. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് പി ജനാർദ്ദനൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം എം വി കോമൻ നമ്പ്യാർ, മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് സി പ്രഭാകരൻ, കരുവക്കാൽ ദാമോദരൻ, വി ബാലൻ, വി പ്രകാശൻ, പി വി ബാലകൃഷ്ണൻ, വി രാജൻ, എസ് നാരായണൻ, വി നാരായണൻ എന്നിവർ സംസാരിച്ചു. എ വി ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ഒരേക്കർ സ്ഥലത്താണ് കർഷക സംഘം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നെൽകൃഷി നടത്തിയത്. വടക്കേ മലബാറിലെ പ്രധാന ഐവർ ക്ഷേത്രമായ കിഴക്കുംകര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്ത് 10ാം ഉദയം ഭക്തിയുടെ നിറവിൽ ആഘോഷിച്ചു. എഴുന്നള്ളത്തും നടന്നു. ക്ഷേത്ര ആചാര്യസ്ഥാനികർ അജാനൂർ വാരിക്കാട്ടിലത്ത് നിന്നും കലശം കുളിച്ചതിനു ശേഷം 10ാം ഉദയ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. ദീപാരാധനയ്ക്ക് ശേഷം നിവേദ്യ സമർപ്പണവും എഴുന്നള്ളത്തും നടന്നു. തുടർന്ന് ദേവസ്ഥാന പരിധിയിലെ അംഗങ്ങൾക്കുള്ള പ്രസാദ വിതരണവും നടന്നു. പരമ്പരാഗതമായ അവൽ, പഴം, അടക്ക, പുകയില എന്നിവ അടങ്ങിയ 2500ഓളം പാക്കറ്റുകളാണ് പ്രസാദ വിതരണത്തിനായി തയ്യാറാക്കിയത്. ദേവസ്ഥാനത്ത് 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കളിയാട്ട മഹോത്സവം 2017 ജനുവരി അവസാനം നടക്കും. മഹാത്മാ മോഡൽ ബഡ് സ്കൂൾ കെട്ടിടം ഒരുങ്ങുന്നത് രാജ്യാന്തര നിലവാരമുള്ള പഠന സംവിധാനം. എൻഡോസൾഫാൻ ദുരിതബാധിതർ ഉൾപ്പെടെയുള്ളവരാണ് മഹാത്മാ ബഡ് സ്കൂളിൽ പഠനം നടക്കുന്നത്. 6 വർഷം മുമ്പ് പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തനം തുടങ്ങിയ സ്കൂളിന് ചാലിങ്കാലിൽ നബാർഡ് RADF സഹായത്തോടെ 1.25 കോടി രൂപ ചെലവഴിച്ചാണ് നവീന മാതൃകയിലുള്ള കെട്ടിടം പണിതത്. മലയാള മനോരമ നല്ല പാഠം സ്കൂളിന്റെ നേതൃത്വത്തിൽ ഇവിടെ സ്നേഹക്കൂട് എന്ന പേരിൽ പഠന സംവിധാനവും ഏർപ്പെടുത്തിയിരുന്നു. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സമഗ്ര വികസനം, പ്രത്യേക ശേഷികൾ തിരിച്ചറിഞ്ഞുള്ള പരിചരണം, ആരോഗ്യ പരിപാലനം, രാജ്യാന്തര നിലവാരമുള്ള പഠനാന്തരീക്ഷവുമെല്ലാം ഇവിടെ ഒരുക്കാനാണ് ലക്ഷ്യമിടുന്നത്. നിലവിൽ പെരിയ മഹാത്മാ ബഡ് സ്കൂളിൽ പഠനം നടത്തുന്നവരെയാണ് ഇവിടേക്ക് പ്രവേശിപ്പിക്കുന്നത്. നവംബർ 4 രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മഹാത്മാ മോഡൽ ബഡ് സ്കൂൾ നാടിന് സമർപ്പിക്കും. ആരോഗ്യമന്ത്രി KK ശൈലജ, റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. വ്യത്യസ്തമായ ഭൗതികാന്തരീക്ഷത്തോടൊപ്പം മികവുറ്റ പഠന മാനസികോല്ലാസ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കി കഴിഞ്ഞു. ജില്ലയിൽ ആദ്യമായിട്ടെത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആദ്യത്തെ ഔദ്യോഗിക പരിപാടിയാണ് പെരിയയിൽ നടക്കുന്നത്. ഉദ്ഘാടന ചടങ്ങ് നാടിന്റെ ആഘോഷമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. ചിലമ്പ് നിർമ്മാണത്തിൽ വിസ്മയം തീർത്ത് തുമ്മിനാട്ടിലെ 73കാരനായ ബാബു. ഇദ്ദേഹത്തിന്റെ കരവിരുതിൽ മെനഞ്ഞെടുത്തത് 100 കണക്കിന് ചിലമ്പുകളും കൊമ്പുകളും. ഞങ്ങളുടെ മഞ്ചേശ്വരം ബ്യൂറോ ചീഫ് റഹ്മാൻ ഉദ്യാവാര തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇത് ബാബു. 73ാം വയസ്സിലും ക്ഷേത്ര വെളിച്ചപ്പാടന്മാർക്കും കോമരങ്ങൾക്കും വേണ്ടുന്ന ചിലമ്പുകളുടെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇദ്ദേഹം. വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട ഇദ്ദേഹം നിരവധി കൊമ്പുകളും നിർമ്മിച്ചിട്ടുണ്ട്. നിർമ്മിക്കുന്ന ചിലമ്പുകൾക്കും കൊമ്പുകൾക്കും വൻ ഡിമാൻഡാണ്. ഇത് നേരിട്ട് കച്ചവടം ചെയ്യുകയാണെങ്കിൽ നല്ല മെച്ചമുണ്ടാകുമെന്നും ഇടനിലക്കാർ മുഖാന്തരമാണെങ്കിൽ ചെറിയൊരു ശതമാനം മാത്രമേ മിച്ചമുണ്ടാവുകയുള്ളൂവെന്നും ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഒരുപക്ഷെ വിശ്വകർമ്മ സമുദായത്തിലെ ഇത്തരം ക്ഷേത്രസ്ഥാനികരുടെ ചിലമ്പുകൾ നിർമ്മിക്കുന്ന അവസാന കണ്ണിയായിരിക്കും ബാബു. തൻ്റെ 13ാം വയസ്സിൽ കാഞ്ഞങ്ങാട്ട് നിന്നും തുമ്മിനാട്ടിൽ എത്തിയതാണ് ഇദ്ദേഹം. ഇവിടെ ഒരു വാടക വീടെടുത്ത് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 1.5 വർഷം മുമ്പ് 3 സെന്റ് സ്ഥലം വാങ്ങി അതിൽ ചെറിയൊരു വീട് വെച്ച് താമസിക്കുകയാണ് ഇദ്ദേഹം. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഈ രംഗത്തേക്ക് പുതുതായി ആരും കടന്നു വരുന്നില്ലെന്നും വരുന്നവർക്ക് വിദഗ്ധ പരിശീലനം നൽകാൻ തയ്യാറാണെന്നും ബാബു KCN ന്യൂസിനോട് പറഞ്ഞു. ഈ പണി ഇപ്പം നമ്മളെ പോലത്തെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഈ പണി എടുക്കുന്നത്. അതുകൊണ്ട് ഇനി നമ്മളെ ഈ സമുദായത്തിൻ്റെ ആൾ ഈ പണി തുടങ്ങണം. ഇനി ബാല്യക്കാർ മുന്നോട്ട് വന്നിട്ട് ഈ പരമ്പര ഒഴിക്കണമായിട്ട് എല്ലാവരോടും ഒരു അപേക്ഷയുണ്ട്. അതുകൊണ്ട് ഇവിടെയെല്ലാം വിശ്വകർമ്മമാരും കേരളത്തിൽ ഇനി മൂശാരിയാണ്, മൂശാരി പണിയാണ്, മെഴുകൊണ്ടെല്ലാം ഉണ്ടാക്കുന്ന അങ്ങനത്തെ പണിയാണ്. ഈ പണി ഇനി എത്ര ആൾ നിന്ന് വന്നിട്ട് ബാല്യക്കാരുടെ കുടുംബത്തിൽ ഒരാളാണ് ഇങ്ങനത്തെ പണി എടുക്കണം പറഞ്ഞിട്ടെന്ന് എല്ലാ വിശ്വകർമ്മ സമുദായത്തോടും ഞാൻ അപേക്ഷിക്കുന്നു.
ഇക്കാലത്ത് മിക്ക ക്ഷേത്രങ്ങളിലേക്കും വേണ്ടുന്ന ചിലമ്പുകളും കൊമ്പുകളും യന്ത്രനിർമ്മിതമാണ്. ദൈവഭക്തിയോടെയും വ്രതശുദ്ധിയോടെയും നിർമ്മിക്കേണ്ടുന്നതാണ് ചിലമ്പ്. ഫാക്ടറികളിൽ നിന്നും ശേഖരിക്കുന്ന ആവേമണ്ണും ഓട്ടിന്റെ കഷ്ണങ്ങളും ചേർത്താണ് ചിലമ്പ് നിർമ്മിക്കുന്നത്. വാക്സ് എന്ന സാധനം മണ്ണുമായി മിശ്രിതം ചെയ്ത് ഒട്ടിച്ച ശേഷം തീയിൽ നന്നായി ചൂടാക്കണം. ചുവന്ന കളറിൽ എത്തുമ്പോഴാണ് ചിലമ്പ് പൂർത്തിയാകുന്നത്. ഒരു ചിലമ്പ് നിർമ്മിക്കാൻ 15 ദിവസം വേണ്ടിവരും. ഇതിൽ നിന്നും ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ കുടുംബം ജീവിതം തള്ളി നീക്കുന്നത്. മൂത്ത മകൾക്ക് അസുഖമായതിനാൽ വിവാഹം നടന്നിട്ടില്ല. തുച്ഛമായ വരുമാനത്തിൽ നിന്നും മകളുടെ ചിലവിനുള്ള തുകയും മാറ്റിവെക്കണം. വീടിന് തൊട്ടടുത്തായി നിർമ്മിച്ച കുടിലിൽ വെച്ചാണ് ഇദ്ദേഹം ചിലമ്പുകൾ നിർമ്മിക്കുന്നത്. ഇതിനകത്ത് കയറിയാൽ ഒരു ലാബിന്റെ പ്രതീതിയാണ് ഉണ്ടാവുക. സമൂഹത്തിൽ നിന്നും അനുദിനം നശിച്ചുകൊണ്ടിരിക്കുന്ന കലാവിരുതുകളുടെ കൂട്ടത്തിൽ ചിലമ്പ് നിർമ്മാണവും ഇല്ലാതാകുമോ എന്നാണ് ബാബുവിന്റെ ഭയം. അർഹതയ്ക്കുള്ള ഒരംഗീകാരവും ഇതേവരെയും ബാബുവിനെ തേടി എത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. BEM ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി യക്ഷഗാനം അവതരിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് വിവിധ ഇനങ്ങളിൽ മത്സരവും നടന്നു. PTA കമ്മിറ്റി മെമ്പറും സാമൂഹ്യ പ്രവർത്തകരുമായ വെങ്കിട്ടരമണ ഒള്ളയുടെ നേതൃത്വത്തിലാണ് പഞ്ചവടി എന്ന യക്ഷഗാനം അവതരിപ്പിച്ചത്. BEM ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. മിക്ക പരിപാടികളിലും നല്ല പങ്കാളിത്തമാണ് ഉണ്ടായത്. സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായാണ് പരിപാടികൾ അവതരിപ്പിച്ചത്. പഠനം രസകരമാക്കാൻ ഇനി വിദ്യാലയങ്ങളിൽ കളിപ്പെട്ടി. നൂതന സാങ്കേതിക വിദ്യയുടെ അനന്ത സാധ്യതകൾ തുറന്ന് പഠനം ഹൃദ്യാനുഭവമാക്കി തീർക്കാനുള്ള അധ്യാപക പരിശീലനം തുടങ്ങി. ഓരോ ഉപജില്ലകളിലും ഓരോ പ്രൈമറി വിദ്യാലയങ്ങളിലെയും 1 വീതം അധ്യാപകർക്കുള്ള ആദ്യ ബാച്ച് പരിശീലനം ബുധനാഴ്ച പൂർത്തിയായി. 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളിലെ പാഠ്യ വസ്തുതകൾ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയിലൂടെ സ്വായത്തമാക്കാൻ തയ്യാറാക്കപ്പെട്ടതാണ് കളിപ്പെട്ടി ICT പുസ്തകം. ഇത് ഉടൻ തന്നെ വിദ്യാർത്ഥികളുടെ കൈകളിലെത്തും. കമ്പ്യൂട്ടർ മൊബൈൽ ഫോണുകളും യഥേഷ്ടം കൈകാര്യം ചെയ്യുന്നതാണ് പുതിയ കാലത്തെ സവിശേഷത. കമ്പ്യൂട്ടർ സാങ്കേതിക ഉപയോഗിച്ച് പഠനം മധുരമാക്കുന്നതാണ് ഈ നൂതന പദ്ധതി. കളിപ്പെട്ടിയിലെ വിഭവങ്ങൾ അധ്യാപകർക്ക് പരിചയപ്പെടുത്തി അവ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതാണ് പരിശീലനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഡിസംബർ 31 സംസ്ഥാനത്തെ LP വിഭാഗത്തിലെ മുഴുവൻ അധ്യാപകർക്കും 2 നാൾ നീളുന്ന പരിശീലനം ലഭിക്കും. ഇതിന്റെ തുടർച്ചയായി സംസ്ഥാനത്തെ മുഴുവൻ LP UP സ്കൂളിലും BSNLുമായി ചേർന്ന് വൈഫൈ സൗകര്യമുള്ള ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കും. സംസ്ഥാനത്തെ 10,000-ഓളം സർക്കാർ എയ്ഡഡ് പ്രൈമറി സ്കൂളുകളിൽ നവംബർ 1 കേരളപ്പിറവി ദിനം മുതൽ 2 Mbps വേഗതയുള്ള ഡാറ്റ പരിധിയില്ലാത്ത ബ്രോഡ്ബാൻഡ് റെഡ് ഇന്റർനെറ്റ് ലഭ്യമായി തുടങ്ങും. സംസ്ഥാനത്തെ 8 മുതൽ 12 വരെ ക്ലാസുകളിൽ നൂതന സാങ്കേതിക സംവിധാനം ഉപയോഗിച്ച് ഹൈടെക് ആക്കുന്നതിന്റെ തുടർച്ചയായാണ് പ്രൈമറി തലത്തിലും IT പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നത്. ഇതോടൊപ്പം തന്നെ പ്രൈമറി ക്ലാസുകളിൽ കളിപ്പെട്ടി എന്ന പേരിൽ ICT പുസ്തകങ്ങളും കിട്ടും. പരിശീലന കേന്ദ്രങ്ങളിൽ ഇവ ഉപയോഗിച്ചു തുടങ്ങി. നിലവിൽ ടെലിഫോൺ കണക്ഷൻ ഇല്ലാത്ത സ്കൂളുകളിൽ പ്രത്യേക ഫോൺ കണക്ഷനും BSNL നൽകും. ചെറുവത്തൂർ ഉപജില്ലയിൽ BRCയിൽ നടക്കുന്ന പരിശീലനത്തിൽ ITI സ്കൂൾ മാസ്റ്റർ ട്രെയിനർ കോർഡിനേറ്റർ P രാജൻ, ഗോപിനാഥൻ പുറമകര എന്നിവരാണ് പരിശീലകർ. BPO K നാരായണൻ ഉദ്ഘാടനം ചെയ്തു. സമാപന ചടങ്ങിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ TM സദാനന്ദൻ മുഖ്യാതിഥിയായി. BRC ട്രെയിനർ P വേണുഗോപാലൻ സംസാരിച്ചു. ജില്ലയിലെ കാനത്തൂർ നിവാസികളുടെ കൂട്ടായ്മയായ കാനത്തൂർ പ്രവാസി കൂട്ടായ്മ 1ാം വാർഷികം ആഘോഷിച്ചു. ഇതിന്റെ ഭാഗമായി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികളും സംഘടിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ഗർഹൂദിലെ ഈറ്റ് ആൻഡ് ഡ്രിങ്ക് റെസ്റ്റോറന്റിൽ നടന്ന ചടങ്ങിൽ UAE എക്സ്ചേഞ്ച് പ്രസിഡന്റ് ശ്രീ Y സുധീർ കുമാർ ഷെട്ടി ഉദ്ഘാടനം ചെയ്തു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ട്രഷറർ ശ്രീ V നാരായണൻ നായർ, ലീ ബ്ലൂ വാട്ടർ കമ്പനി ജനറൽ മാനേജർ KP മധു എന്നിവർ മുഖ്യാതിഥികൾ ആയിരുന്നു. അതിഥികൾക്കുള്ള കൂട്ടായ്മയുടെ ഉപഹാരം, ഷോൾ എന്നിവ പ്രസിഡന്റ് രാധാകൃഷ്ണൻ കാനത്തൂർ, ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് കോടോത്ത് എന്നിവർ നൽകി. ശ്രീ KP മധുവിനുള്ള ഉപഹാരം സുധീർ കുമാർ ഷെട്ടി സമർപ്പിച്ചു. കാനത്തൂരിൽ നിന്നും UAEയിൽ എത്തി 20 വർഷം പ്രവാസ ജീവിതം പൂർത്തിയാക്കിയ മെമ്പർമാരെ പരിപാടിയിൽ Y സുധീരൻ കുമാർ ഷെട്ടി ഉപഹാരം നൽകി അനുമോദിച്ചു.
ഓണം എന്നത് മലയാളികളുടെ മാത്രമല്ല ഓരോ ഇന്ത്യക്കാരന്റെയും ഉത്സവമാണെന്നും ഇത്തരം ഉത്സവങ്ങളാണ് സമൂഹത്തെ നല്ല രീതിയിലേക്ക് നയിക്കുന്നതെന്നും പ്രവാസികളുടെ ഓണം ഒരു ജനകീയ ആഘോഷമാണെന്നും ഷെട്ടി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നാടൻ കലാരൂപമായ കോൽക്കളി, തിരുവാതിര, കുട്ടികളുടെ സിനിമാറ്റിക് ഡാൻസ്, സംഗീത നൃത്ത പരിപാടികളും ഓണസദ്യയും ഉണ്ടായിരുന്നു. പ്രശസ്ത ഗായകർ വിശ്വംഭരൻ വെള്ളിക്കോത്ത്, ദേവിക, അഖില ദിലീപ്, ദിവ്യ മണികണ്ഠൻ, വയലിൻ സ്പെഷ്യലിസ്റ്റ് കാർത്തിക് മേനോൻ എന്നിവർ സദസ്സിനെ വിസ്മയിപ്പിച്ചു. ചടങ്ങിൽ കൂട്ടായ്മ പ്രസിഡന്റ് രാധാകൃഷ്ണൻ കാനത്തൂർ അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കൺവീനർ അഖിൽ കാനത്തൂർ, വൈസ് പ്രസിഡന്റ് മണികണ്ഠൻ നിരവലപ്പ്, ലേഡീസ് വിഭാഗം കൺവീനർ സന്ധ്യ രാജീവ് എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് കോടോത്ത് സ്വാഗതവും ട്രഷറർ അച്യുതൻ തോളന്തോൾ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണപരാജയം മറച്ചുവെക്കാൻ കേന്ദ്ര സർക്കാരിനെതിരെ LDF സർക്കാർ കള്ളപ്രചരണം നടത്തുകയാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത്. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഭിക്ഷ സുരക്ഷയാണെന്നും ശ്രീകാന്ത്. ബീവറേജ് ഔട്ട്ലെറ്റിനെതിരെ അണങ്കൂരിൽ പ്രതിഷേധം ശക്തം. അനിശ്ചിതകാല സമരവുമായി മദ്യവിരുദ്ധ സമിതി. ധന്വന്തരി ജയന്തി ദിനത്തോടനുബന്ധിച്ച് വൈവിധ്യ പരിപാടികളുമായി ആയുഷ് മിഷൻ. വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ. KSTP റോഡ് പണി ഇഴഞ്ഞു നീങ്ങുന്നതായി ആക്ഷേപം. റോഡ് ഉപരോധ സമരവുമായി നാട്ടുകാർ. നീലേശ്വരം തളിയിൽ ക്ഷേത്രത്തിന് കമാനമുയരുന്നു. പിരിച്ചെടുക്കുന്ന തുകയുടെ ഒരു വിഹിതം കാരുണ്യ പ്രവർത്തനങ്ങൾക്ക്. കേരള കർഷക സംഘം ജില്ലാ സമ്മേളനത്തിന് ആവശ്യമുള്ള നെല്ല് വിളവെടുത്തു. സമ്മേളനം നടക്കുന്നത് ഒക്ടോബർ 29-30 തീയതികളിൽ ബംഗളത്ത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.